ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 15-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. യം ഹി ന വ്യദയന്ത്യേതേ പുരുഷം പുരുഷർഷഭാം സമദുഃഖസുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. നമസ്തേ. 15-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, അല്ലയോ പാർത്ഥ, വിരുദ്ധങ്ങളായ വിഷയാനുഭവങ്ങളിലും സുഖദുഃഖങ്ങളിൽ തുല്യത നൽകി സമനില കൈവിടാത്ത വ്യക്തി തീർച്ചയായും മോക്ഷപ്രാപ്തിക്കർഹനാണ്. ആത്മീയ സാക്ഷാത്കാരത്തിന് ഉന്നതി കൈവരിക്കാനുള്ള ദൃഢനിശ്ചയമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിവുള്ളവനുമായ ഒരു വ്യക്തി നിശ്ചയമായും മോക്ഷത്തിന് അർഹനാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ വിവരിക്കുന്ന സന്യാസം ക്ലേശഭരിതമാണ്. എങ്കിലും ജീവിതത്തിന് പരിപൂർണത കൈവരുത്തണമെന്ന് ആഗ്രഹിക്കുകയാൽ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ സന്യാസം സ്വീകരിക്കുന്നു. കൂടാതെ ഭാര്യ പുത്രാദികളോടുള്ള ഗാർഹിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതിലാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുക. അത്തരം ബന്ധങ്ങളെയും കൂടാതെ കുടുംബ ബന്ധമുള്ളവരോടോ സുഹൃത്ത് ബന്ധമുള്ളവരോടോ പൊരുതുന്നതും പ്രയാസമുള്ള കാര്യമാണ്. എന്തായാലും ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് തനിക്ക് ചെയ്യേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കുവാനാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. കർമ്മം ചെയ്യുന്നതിൽ മറ്റ് തടസ്സങ്ങൾ എന്തൊക്കെയായാലും തളരാതെ അതിനെ നേരിടുകയാണ് ഒരു പുരുഷശ്രേഷ്ഠൻ്റെ അഥവാ ധർമ്മ പരിപാലകൻ്റെ കർത്തവ്യം. അക്കാര്യത്തിൽ പകച്ചു നിൽക്കുവാൻ പാടില്ല. ജഡവിഷയങ്ങളെ അകറ്റണമെന്നും ചേതന സ്വരൂപത്തെ തെളിച്ചെടുക്കുന്നതും യുക്തിക്ക് ചേരുന്നുണ്ട്. എന്നാൽ ജഡങ്ങളും നിലനിൽപ്പിൻ്റെ അവിഭാജ്യ ഘടകങ്ങളല്ലേ? അവയെ അകറ്റുന്നത് എങ്ങനെയാണ്? ഒരു പരിപൂർണ സത്യദർശിയുടെ അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഉത്തരം പറയുന്നതാണ് അടുത്ത ശ്ലോകം. വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.